പെരുമയിൽ കശുവണ്ടിക്കും കയറിനുമൊക്കെ വലിയ പ്രാധാന്യമുണ്ട്. കേരളത്തിന് തന്നെ അഭിമാനമാണ് കൊല്ലത്തെ കശുവണ്ടി വ്യവസായം. പക്ഷേ ഇന്ന് പലതും പ്രതിസന്ധിയുടെ വക്കിലാണ്. സർക്കാർ മേഖലയിൽ കൃത്യമായ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാൻ കഴിയാത്തത് തൊഴിലാളികളെ ബുദ്ധിമുട്ടിലാക്കുന്നു. ഏറ്റവും കൂടുതൽ സ്ത്രീ തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഇടം കൂടിയാണ്. കശുവണ്ടി മുതലാളിമാർ തന്നെ നിരവധി ഉണ്ടായിരുന്ന ജില്ലയാണ് കൊല്ലം. പക്ഷേ പലരും കടക്കെണിയിലും പ്രതിസന്ധിയിലും അകപ്പെട്ടിരിക്കുകയാണ്. സർക്കാർ മേഖലയിൽ കൃത്യമായ തൊഴിലവസരങ്ങൾ ലഭ്യമാക്കാൻ കഴിയാത്തത് വലിയ പ്രതിസന്ധിയാണ്. തൊഴിൽ ദിനങ്ങൾ കുറയുന്നത് ജനങ്ങളുടെ തൊഴിലാളികളുടെ ജീവിതത്തെ തന്നെ സാരമായി ബാധിക്കുന്ന അവസ്ഥയും ഉണ്ടായിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സ്വകാര്യ കശുവണ്ടി ഫാക്ടറിക്ക് മുന്നിലാണ്. ഇവരുടെയും പ്രവർത്തനങ്ങൾ വലിയ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത് എന്നാണ് പറയുന്നത്. മറ്റൊരു തെരഞ്ഞെടുപ്പ് കാലം കൂടി വരുമ്പോൾ അവിടെ ഈ തൊഴിലാളികൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നത് വളരെ പ്രധാനമാണ്. ജില്ലയിൽ വലിയൊരു ഭാഗം കശുവണ്ടി തൊഴിലാളികളുണ്ട്, അവരുടെ വോട്ടുണ്ട്. അതും വിധി നിർണ്ണയിക്കുന്നതിൽ നിർണായക ഘടകമാകും. അപ്പോൾ ഈ മേഖലയിലെ പ്രതിസന്ധികൾ എന്താണ്? ഇവിടുത്തെ തൊഴിലാളികൾ ചിന്തിക്കുന്നത് എങ്ങനെയാണ്? എന്തൊക്കെയാണ് ഇവരുടെ പ്രശ്നങ്ങൾ? ജനപ്രതിനിധികൾ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു? അവരുടെ കാഴ്ചപ്പാട് എന്താണ് എന്നതൊക്കെ നമുക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് ഒന്നുകൂടി ചോദിച്ചറിയാം. നമുക്ക് അങ്ങോട്ടേക്ക് കടക്കാം. കൊല്ലം ഡീസന്റ് ജംഗ്ഷനിലെ ജയശ്രീ കാഷ്യൂ ഫാക്ടറിയിലാണ് നമ്മൾ ഉള്ളത്. സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന കാഷ്യൂ ഫാക്ടറിയാണ് ഇവിടെ. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എങ്ങനെയാണ് ഇവിടുത്തെ സാഹചര്യങ്ങൾ എന്നൊക്കെ. തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ കശുവണ്ടി ഫാക്ടറികളൊക്കെ കേന്ദ്രീകരിച്ചാണ് സ്ഥാനാർത്ഥികൾ പ്രചരണം കൂടുതൽ സജീവമാക്കുന്നത്. ഇവിടെയൊക്കെ ആളുകൾ എത്തിയിരുന്നു, സ്ഥാനാർത്ഥി എത്തിയിരുന്നു. ഇവിടെ ഇല്ലില്ല. ഇവിടെ UDF സ്ഥാനാർത്ഥി NK പ്രേമേന്ദ്രൻ നേരത്തെ എത്തിയിരുന്നു. അന്നിവിടെ അതിൻ്റെ ചില ബൈറ്റുകളൊക്കെ ചില ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട്. താൻ പൊതുവിൽ വ്യവസായത്തെ സംബന്ധിച്ച് ഇത് അന്യം നിന്ന് പോകുന്ന ഒരു സ്ഥിതിയിലേക്ക് പോവുകയാണ്. കാര്യം വ്യവസായം വിദേശ രാജ്യങ്ങളിലൊക്കെ തോട്ടണ്ടി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന രാജ്യങ്ങളിലൊക്കെ ഇത് മാറിപ്പോകുന്നതുകൊണ്ടും പരിപ്പ് അത് കാരണം പരിപ്പ് വില കുറച്ച് ഇന്ത്യയിൽ ഇറക്കുമതി ചെയ്ത് അതിൻ്റെ പ്രോസസ്സിങ് നടത്തുന്നതുകൊണ്ടും പൊതുവിൽ സ്വകാര്യ മുതലാളിമാർക്കും വരെ ഈ ഫാക്ടറികൾ നടത്താൻ വയ്യാത്ത ഒരു പൊതുസ്ഥിതി വ്യവസായത്തെ സംബന്ധിച്ചുണ്ട്. ഇപ്പോൾ പണ്ടൊക്കെ വലിയ അഭിമാനമായിരുന്നു അല്ലേ? കശുവണ്ടി മേഖലയിൽ പ്രവർത്തിക്കുന്നു അതിൻ്റെ മുതലാളിമാരെന്നൊക്കെ പറഞ്ഞാൽ വലിയ ഡിമാൻഡായിരുന്നു. 12 മാസവും അതിൽ 360 ദിവസവും ഒക്കെ ജോലി നടക്കുന്ന ഒരു പൊതുസ്ഥിതി പണ്ട് കാലത്തുണ്ടായിരുന്നു. പക്ഷേ ഇതൊക്കെ ഇപ്പം മാറി മറിഞ്ഞ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങൾ ജോലി നടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് വേണം ഇപ്പോൾ പോകുന്നത്. ഇപ്പോൾ നിലവിൽ എങ്ങനെയാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുമൊക്കെയുള്ള സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുള്ളൊരു പൊതുസ്ഥിതി എന്ന് പറഞ്ഞാൽ ഇവിടെ ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് കാലത്ത് ആ വർഷം തുടങ്ങുന്ന ആദ്യം തന്നെ മിനിമം വേജ് പ്രഖ്യാപിച്ചിരുന്നവർ. അത് കഴിഞ്ഞ് ഗവൺമെൻറ് കാലാവധി അവസാനിക്കുന്ന സമയത്ത് വീണ്ടും മിനിമം വേജ് പുതുക്കി നിശ്ചയിച്ചു. 5 വർഷത്തിനിടയിൽ 2 പ്രാവശ്യം പുതുക്കി നിശ്ചയിച്ചു. എന്നാൽ പിന്നീട് വന്ന പിണറായി വിജയൻ ഗവൺമെൻറ് തുടർഭരണം എന്നുള്ള രീതിയിൽ ഇപ്പോൾ 8 വർഷമാകാൻ പോകുന്നു. 5 വർഷ കാലാവധിയുള്ള മിനിമം വേജ് 8 വർഷ കാലാവധിയായിട്ടും പുതുക്കി നിശ്ചയിക്കാത്തൊരു പൊതുസ്ഥിതി വ്യവസായത്തിലുണ്ടായി. 8 വർഷമായപ്പോൾ ഇപ്പോൾ അത് മിനിമം വേജ് പ്രഖ്യാപിച്ചെങ്കിലും പൊതുമേഖലാ സ്ഥാപനങ്ങളായ കാപ്പെക്സും കോർപ്പറേഷനും മാത്രമേ ഈ കൂലി ഇപ്പോൾ നടപ്പാക്കി വരുന്നുള്ളൂ. അതിപ്പോൾ 1 മാസമായുള്ളൂ നടപ്പാക്കാൻ തുടങ്ങിയിട്ട്. സ്വകാര്യ മേഖലയിൽ ഇത്തരം ഈ കൂലി പുതുക്കി നിശ്ചയിക്കുന്നതിന് ഗവൺമെൻറ് അതിനൊരു സന്നദ്ധത കാണിക്കുന്നില്ല. ആ സന്നദ്ധത കാണിക്കാത്തതിൻ്റെ കാര്യം ഇപ്പോൾ ഈ പൊതു തിരഞ്ഞെടുപ്പ് വന്നുകൊണ്ടെന്നാണ് എൻ്റെ ഒരു പൊതുവായ ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം വ്യവസായത്തിൽ ഈ മിനിമം വേജ് ഷിബുവിൻ്റെ കാലത്ത് 35% വർദ്ധിപ്പിച്ചെങ്കിൽ ഇപ്പോൾ 8 വർഷ കാലാവധി കഴിഞ്ഞ ഈ ഗവൺമെൻറ് പുതുക്കി നിശ്ചയിച്ചപ്പോൾ 23% കൂട്ടിയത്. ഇപ്പോൾ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് 300-400 രൂപയ്ക്കകത്ത് ശമ്പളം കിട്ടുമ്പോൾ കശുവണ്ടി തൊഴിലാളിക്ക് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഷെല്ലിങ്ങിലായാലും പീലിങ്ങിലായാലും ഗ്രേഡിങ്ങിൽ പിന്നെ അവർക്ക് ഒരു പീസ് റേറ്റുണ്ട്. ആ റേറ്റ് വെച്ചാണ് കൊടുക്കുന്നത്. ബാക്കി 2 സെക്ഷനുകളും തുച്ഛമായ വേതനത്തിലാണ് അവരിപ്പം ജോലി ചെയ്യുന്നത്. പുതിയ വേജ് നടപ്പാക്കുന്നതിന് ഈ ഗവൺമെൻറ് തയ്യാറായിട്ടില്ല. അതുമാത്രമല്ല, തൊഴിലാളികൾക്ക് മിനിമം വേജ് പുതുക്കി നിശ്ചയിച്ചെങ്കിലും സ്റ്റാഫിൻ്റെ അവിടെ ജോലി ചെയ്യുന്ന സ്റ്റാഫിൻ്റെ വേതനം പുതുക്കി നിശ്ചയിച്ചിട്ടില്ല. അതും നടപ്പാക്കുന്നില്ല. അത് പുതുക്കി നിശ്ചയിക്കുന്നതുമില്ല.
ഇപ്പോൾ പിന്നെ കുറേയൊക്കെ ഈ വ്യവസായം നിലനിന്ന് പോകുന്നതെന്ന് പറഞ്ഞാൽ കട്ടിങ് തൊഴിലാളി ഉണ്ടായിട്ടാണ്. ഷെല്ലിങ്ങിലെ തൊഴിലാളികളെ ഇപ്പോൾ കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട്. ഇത് മറ്റ് രാജ്യങ്ങളിലെ മറ്റ് സ്റ്റേറ്റുകളിൽ നിന്നുള്ള ബംഗാളികൾ, ആസാമികൾ എല്ലാം വന്ന് അവരുടെ നേതൃത്വത്തിൽ കട്ടിങ് നടക്കുന്നതുകൊണ്ടാണ് ഈ ബാക്കിയുള്ള സെക്ഷനിലേക്ക് ജോലി ഇപ്പോൾ നടന്നു വരുന്നത്. പീലിങ്ങിലായാലും ഗ്രേഡിങ്ങിലായാലും ഈ കട്ടിങ് നടത്തി ഈ തല്ലുന്നതിന് പകരം കട്ട് ചെയ്തെടുക്കുന്ന പരിപ്പ് പീൽ ചെയ്ത് പാസ് ചെയ്ത് പോകുന്നു. ഇതാണ് പൊതുവിലൊരു സ്ഥിതി. പിന്നെ ഇപ്പോഴത്തെ ഈ പൊതുസ്ഥിതി എന്ന് പറഞ്ഞാൽ വിലക്കയറ്റം കൊണ്ട് തൊഴിലാളിക്ക് പൊറുതിമുട്ടിയിരിക്കുകയാണ്. വിലക്കയറ്റം എന്ന് പറഞ്ഞാൽ സർവ്വ സാധനങ്ങൾക്കും നിത്യോപയോഗ സാധനങ്ങളുടെ വില വർധനവ് പിടിച്ചു നിർത്താൻ ഗവൺമെൻറ് സിവിൽ സപ്ലൈസ് മുഖാന്തരം അവർക്ക് 13 സാധനങ്ങൾക്ക് സബ്സിഡി ഉണ്ടായിരുന്നു. ആ സബ്സിഡി കൊടുത്തുകൊണ്ടിരുന്ന ആ ഉൽപ്പന്നങ്ങൾക്ക് വരെ ഇപ്പോൾ വില വർദ്ധിപ്പിച്ച് 30% വില വർദ്ധിപ്പിച്ചുകൊണ്ട് നടപ്പാക്കാൻ ശ്രമിക്കുക. പക്ഷേ സിവിൽ സപ്ലൈസിൽ ഒരു സ്ഥാപനത്തിലും സാധനമില്ലെന്നുള്ളതാണ് സത്യം. റേഷൻ കടയിൽ പോലും കൃത്യമായി ഇപ്പോൾ ഇത് സാധനങ്ങൾ കിട്ടുന്നില്ല എന്നുള്ളതാണ് പൊതുസ്ഥിതി. പിന്നെ ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഈ വ്യവസായത്തിൻ്റെ നേരത്തെ പറഞ്ഞ കണക്ക് വ്യവസായം അന്യം നിന്ന് പോകുമെന്ന് പറഞ്ഞാൽ കാഷി കോർപ്പറേഷനും കാപ്പെക്സും തൊഴിൽ നടത്തുന്നത് അവർ ഒരാഴ്ച തല്ല് നടത്തും, ഒരാഴ്ച പീലിംഗ് നടത്തും, ഒരാഴ്ച ഗ്രേഡിങ് നടത്തും. ചുരുക്കി പറഞ്ഞാൽ ഒരു മാസം ജോലി കൊടുത്തു എന്ന് പറയുന്നതിന് വേണ്ടി ഈ 15 ദിവസം കൊണ്ട് അവർ തൊഴിൽ നടത്തി ഈ തൊഴിൽ നടത്താൻ വേണ്ടി എടുക്കുന്ന തോട്ടണ്ടി വരെ അവർ പ്രത്യേക ഏജൻസി വെച്ച് അവർ തോട്ടണ്ടി എടുക്കുന്നതെന്നാണ് പറയുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് തോട്ടണ്ടി ഇറക്കുമതി ചെയ്യുന്ന കച്ചവടം നടത്തി എടുക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അതിൻ്റെ സത്യാവസ്ഥ അങ്ങനെയല്ല. കേരളത്തിലെ വ്യവസായികൾ ഇറക്കുമതി ചെയ്യുന്ന തോട്ടണ്ടി ഈ ഏജൻസി മുഖാന്തരം തമിഴ്നാട്ടിലെയും കർണാടകയിലുള്ള ഏജൻസികൾ മുഖാന്തരം ഇവർ മേടിക്കുന്നു. അത് ഇവർ ഈ ഗവൺമെൻറ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഇതിനെല്ലാം കമ്മീഷൻ പറ്റുന്നുണ്ട്. കാഷി കോർപ്പറേഷൻ കാപ്പെക്സിന് ഇപ്പോൾ എക്സ്പോർട്ടിംഗ് ഇല്ല. ആ എക്സ്പോർട്ടിംഗ് ഇല്ലാതെ ഈ വ്യവസായത്തിന് ആ രീതിയിലുള്ള വരുമാനം കിട്ടുന്നില്ല. തോട്ടണ്ടി അവരിൽ നിന്ന് മേടിക്കുന്നു, പരിപ്പ് വിൽക്കുന്നത് അവർക്ക് തന്നെ വിൽക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ ഈ വ്യവസായം നടത്തുന്നതുകൊണ്ട് കാഷി കോർപ്പറേഷൻ കാപ്പെക്സിന് യാതൊരു ഗുണവും ഇല്ലെന്ന് തന്നെ വേണം പറയാൻ. ഏതായാലും നിരവധി പരാതികളാണ്. അവർക്ക് മിനിമം വേതനം കാര്യമായ രീതിയിൽ അതിൻ്റെ വർധന ഉറപ്പാക്കാൻ കഴിയുന്നില്ല. വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്നു ജീവനക്കാർ. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തൊഴിലാളികൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് നമുക്ക് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. 3 സെക്ഷനുകളിലായിട്ടാണ് ഇവിടെ ജോലികൾ നടക്കുന്നത്. ആദ്യം നമുക്ക് ഷെല്ലിങ്ങിലേക്ക് പോകാം. അവിടെ നിന്ന് പിന്നീട് പീലിങ്ങിലേക്കും ഗ്രേഡിങ്ങിലേക്കും നമുക്ക് എത്താം. ഓരോ വിഭാഗത്തിലും തൊഴിലാളികൾ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് അവരോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. വിവിധ സെക്ഷനുകളിലായി തകൃതിയായി പണി നടക്കുകയാണ്. നമുക്ക് കാണാം, സ്ത്രീ തൊഴിലാളികളാണ് ഏറ്റവും കൂടുതലുള്ളത്. അതിഥി തൊഴിലാളികളെയും ഒക്കെ നമുക്ക് കാണാം. നമുക്ക് അവരോട് തന്നെ കാര്യങ്ങൾ ചോദിക്കാം. ചേച്ചി, തിരക്കായിരിക്കും അല്ലേ? തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ? എല്ലാവരും ഒക്കെ വന്നിരുന്നോ? സ്ഥാനാർത്ഥികളൊക്കെ വന്നിരുന്നോ? ഒരാൾ വന്നായിരുന്നു, പ്രേമേന്ദ്രൻ. ആണോ? എങ്ങനെയാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥികളൊക്കെ വോട്ട് പിടിക്കാൻ വന്നിരുന്നോ? വന്നു വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. ആർക്കാ ഇപ്പൊ സാധ്യത? 3 പേരുണ്ടല്ലോ. അത് പറയത്തില്ല ആർക്കാന്ന്. അറിയത്തില്ല. നിങ്ങൾക്ക് ജോലിയൊക്കെ തൃപ്തികരമാണോ ഇവിടെ? കശുവണ്ടി ഇവിടെ കോർപ്പറേഷൻ കമ്പനി ജോലി കുറവാണ്. ഒരുപാട് കുറവാണ്. മാസത്തിൽ 7 ജോലി 8 ജോലിയൊക്കെ തരുന്നത് ഞങ്ങൾക്ക്. ഇവിടെ ജോലി ഉള്ളതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞു പോകുന്നത്. മുതലാളി കമ്പനിയിൽ ഇപ്പം ഞങ്ങൾ ജോലി ഒന്ന് ചെയ്ത് കഴിയുന്നത്. കോർപ്പറേഷൻ കമ്പനി ജോലി ഇല്ല ഇപ്പം. ഈ കശുവണ്ടി മേഖല ആകെ തകരുന്നു എന്നതാണ് കൊല്ലത്ത് പറയുന്നത്. ജോലിയില്ല, വിലക്കയറ്റം, പ്രശ്നങ്ങൾ. നിങ്ങൾക്ക് എങ്ങനെയാണ്? ഞങ്ങൾ മുതലാളി കമ്പനിയിലെ ജോലിക്കാരാണ്, കോർപ്പറേഷനല്ല. ഇവിടെ ജോലി ചെയ്യുക. ആർക്കാ വോട്ട്? വോട്ട് ആർക്കാന്ന് പറയുന്നത്? സാധ്യത നാടിന് നന്മ ചെയ്യുന്നവർക്ക് വോട്ട് കൊടുത്ത് ചെയ്യിപ്പിക്കുന്നു. ആരായാലും നിങ്ങൾക്ക് തരുന്ന വാഗ്ദാനങ്ങളൊക്കെ പാലിക്കുന്നുണ്ടോ? പാലിക്കണം. ചുമ്മാ മോഹന വാഗ്ദാനങ്ങൾ മാത്രം തന്നാ പോരാ. അനുഭവം എന്താ? കുറെ പേർക്കൊക്കെ ചെയ്തിട്ടുണ്ട്, കുറെ പേർക്കൊക്കെ ചെയ്തിട്ടില്ല. വ്യവസായമൊക്കെ വലിയ പ്രതിസന്ധിയിലാണെന്നൊക്കെ പറയുന്നു. അതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? അതൊന്നും അറിയത്തില്ല. വോട്ട് ചെയ്യണ്ടേ? വോട്ടൊക്കെ ചെയ്യണം. ഇന്ന് വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചോദിക്കാൻ വീട്ടിലൊക്കെ ആളുകൾ വന്നിരുന്നോ? സ്ഥാനാർത്ഥികൾ വരത്തേ ഉള്ളൂ. ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിച്ചില്ല. അതൊക്കെ വ്യക്തിപരമായ കാര്യങ്ങൾ.
തീരുമാനിച്ചില്ല. തീരുമാനിച്ചിട്ടുണ്ട്. തീരുമാനിച്ചിട്ടുണ്ട്. ആര് ജയിക്കും കൊല്ലത്ത്? അതൊന്നും അറിയത്തില്ല. അറിയില്ല. ആർക്കാ സാധ്യത? അതും അറിയത്തില്ല. അതും അറിയത്തില്ല. ശരി, എന്തായാലും വോട്ട് ചെയ്യും എന്ന് വോട്ട് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. സാധ്യത ആർക്കാണ് എന്നുള്ളതൊന്നും ഇപ്പോൾ പറയുന്നില്ല എന്നാണ് അവർ പറയുന്നത്. കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെ ഉണ്ടമ്മേ? കൊള്ളാം. കൊല്ലത്തെ തെരഞ്ഞെടുപ്പ് ചൂട് ഇങ്ങനെ ചൂട് പിടിച്ച് നടക്കില്ലേ? ഭയങ്കരമായിട്ട് നടക്കുന്നുണ്ട്. ആർക്കാ സാധ്യത? പ്രേമേന്ദ്രൻ താൻ അതെന്താ? നല്ല മനുഷ്യനായതുകൊണ്ട് എല്ലാ എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് ഇന്ന് സാറിനോട് പറയാം. സാറ് നമുക്കത് സാധിച്ചു തരും. അതുകൊണ്ട് ആ മനുഷ്യൻ ജയിക്കണമെന്നാണ് നമ്മൾ പറയുന്നത്. ഇനി ജനങ്ങളെല്ലാം ഒന്നടങ്കം നിന്ന് എന്തെന്ന് വെച്ചാൽ അതുപോലെ ആവും. നിങ്ങളുടെ പ്രശ്നങ്ങളിലൊക്കെ ഇടപെട്ടിട്ടുണ്ടോ പ്രേമേന്ദ്രൻ? ഇടപെട്ടിട്ടുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെന്ന് സാറിനോട് പറഞ്ഞാലും സാറ് ഇടപെട്ട് അത് സാധിച്ചു തരും. അങ്ങനെയൊക്കെ ഉണ്ട്. ഷെല്ലിംഗ് സെക്ഷനിലെ ജീവനക്കാരാണ് ഇവിടെ ഉള്ളത്. അവരോട് കൂടി നമ്മൾക്ക് ചോദിക്കാം കൊല്ലത്തെ സാധ്യതകൾ എന്തൊക്കെയാണെന്ന്. തെരഞ്ഞെടുപ്പൊക്കെ അല്ലേ, വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. കൊല്ലത്ത് ആർക്കാ സാധ്യത? സാധ്യത പ്രേമേന്ദ്രൻ തന്നെ. പ്രേമേന്ദ്രൻ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. അതിനൊരു തമിശയും ഇല്ല. എന്താ പ്രേമേന്ദ്രന് സാധ്യത പറയുന്നേ? ഞങ്ങളെ കശുവണ്ടി തൊഴിലാളിക്ക് ഒരുപാട് കഷ്ടപ്പെട്ടതാ. എന്തൊക്കെ ചെയ്തു? ഞങ്ങളെ കശുവണ്ടി തൊഴിലാളിക്ക് പെൻഷൻ്റെ ആയാലും ഏതെങ്കിലും ഒരു കാര്യം ഞങ്ങൾ തൊഴിലാളികൾ കശുവണ്ടിക്കാരി എന്ന് പറഞ്ഞാൽ പ്രേമേന്ദ്രൻ അത് സഹായിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് പ്രേമേന്ദ്രൻ വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി ജയിക്കും. അത് ഞങ്ങൾക്ക് നല്ല കശുവണ്ടിക്കാർക്ക് നല്ല ബലമുണ്ട് ജയിക്കുമെന്ന്. ജയിച്ചിരിക്കും, അതിനൊരു തമിശയില്ല. ഞങ്ങൾ എന്തെങ്കിലും കാര്യം ചെന്ന് പറഞ്ഞാലേ എവിടെ നിന്നാലും ഞങ്ങൾ വിളിച്ചാൽ അല്ലേ ഞങ്ങൾക്ക് കാണണമെന്ന് വെച്ചാൽ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ആ കാര്യം സഹായിച്ചു തന്നിട്ടുണ്ട്. ഇപ്പം വരെ ഞങ്ങൾ പറഞ്ഞിട്ടുള്ള. അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുണ്ട് പ്രേമേന്ദ്രൻ ജയിക്കുമെന്ന്. പ്രേമേന്ദ്രനെതിരെയുള്ള വലിയ ആരോപണം ഇടതുപക്ഷമൊക്കെ ഉയർത്തുന്നത് ഈ ആരോപണമാണ് എന്നാണ് പറയുന്നത്. അതേ ജയിച്ചിട്ട് BJP പോവരുതെന്ന്. അങ്ങനെ ഒരു പറയാൻ കാര്യം എന്താ? ഇപ്പൊ കോൺഗ്രസ്സുകാരെല്ലാം BJP പോന്നു. അതുകൊണ്ടാണ് നമ്മളെ പറഞ്ഞ കോൺഗ്രസ്സുകാരെല്ലാം ഇപ്പൊ BJP-യിലോട്ട് പോയി. പ്രേമേന്ദ്രൻ ജയിച്ചാൽ BJP പോകരുത് എന്നാണ് പറയുന്നത്. കൊല്ലത്ത് ആർക്കാ സാധ്യത? മുകേഷ് സാറിന്. മുകേഷിന്. എന്താ മുകേഷിനെ? ഇടതുപക്ഷം തന്നെ. എൻ്റെ അമ്മയും അച്ഛനും ഞാനും നിങ്ങളല്ലേ ഞങ്ങൾ അതിനെ തോറ്റാലും ജയിച്ചാലും അതിനെ ചെയ്യും എന്ന് പറയാം. ഇപ്പോൾ അത് ഉള്ളത് കൊണ്ടാണ് ഞങ്ങൾ കഞ്ഞി കുടിച്ച് കിടക്കുന്നത്. ഉള്ള പെൻഷൻ തരുന്നല്ലേ, അത് മതി. ഇനി തരുമ്പോൾ തരട്ടെ. ഇനി ജയിക്കുമ്പോൾ ഇനി എല്ലാം തരുമെന്നല്ല, കുറേശ്ശെ തരുമല്ലേ. പിന്നെ ജയിച്ചും മേടിച്ചും കിടലത്തിലൊക്കെ പോയിരുന്നാലേ ഇപ്പോൾ തൊഴിലാളികൾ കാര്യമൊക്കെ നോക്കാൻ പറയണം. ഇതേ ഉള്ളൂ. നമ്മളും അതേ ചെയ്യും, മുകേഷിനെ ചെയ്യും. മുകേഷ് ജയിക്കോ? ജയിച്ചാലും ജയിച്ചില്ലെങ്കിലും നമുക്ക് ആ ഒരു പാർട്ടി തന്നെ വിശ്വാസം എപ്പോഴും. ജയിച്ചാലും തോറ്റാലും ഒരു പാർട്ടി വിശ്വാസം തന്നെ. മറ്റൊരു കലാകാരനും കൂടി ഉണ്ട് മത്സരരംഗത്ത്. അത് ഞങ്ങൾക്കറിയാം. എല്ലാ കലാകാരന്മാരും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അത് ഞങ്ങൾ വിജയിച്ചിരിക്കുന്നത് ഒരു പാർട്ടി ഞങ്ങൾക്ക് വിശ്വാസം, അത് തന്നെ ഞങ്ങൾ ചെയ്യും. ഈ സ്വകാര്യ മേഖലയിൽ അല്ലാണ്ട് കാപ്പെക്സിൽ ഒക്കെ പണി കുറവാണ് എന്നൊക്കെ പറയുന്നു. നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ എങ്ങനെയാണ്, കാര്യങ്ങളൊക്കെ എങ്ങനെയാ പോകുന്നത്? കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് ജോലി ഇവിടെ നടന്നു പോകുന്നു. ജോലി ഒന്നും പെൻഷൻ തരുന്നില്ല. 9 മാസം കൊണ്ടായിട്ട് ഈ മാസം 2 മാസം ഇനിയിപ്പോൾ ഇത് മുടങ്ങാൻ തരുമെന്നല്ല പറയുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഇടതുവശം ഞങ്ങൾ നിൽക്കും. ഇടതുവശക്കാർക്ക് ചെയ്യും, തോറ്റാലും ജയിച്ചാലും പക്ഷം മാറില്ല എന്നാണ് പറയുന്നത്. ഇടത് ജയിച്ചാലും വലത് ജയിച്ചാലും ഞങ്ങളെപ്പോലുള്ള നിരപരാധികളുടെ ജീവിതം ഇത് തന്നെ. ആര് ജയിച്ചാലും 8 മാസത്തെ പെൻഷൻ ഞങ്ങൾക്ക് കിട്ടാനുള്ളത്. അതിൽ 1 മാസം ഇപ്പോൾ ഈ കഴിഞ്ഞ മാസം ഇട്ട് ഈ പെൻഷൻ്റെ പേരും പറഞ്ഞ് പലരുടെയും കയ്യിൽ നിന്ന് 500, 1000 കടം മേടിച്ച് പെൻഷൻ കിട്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. അന്നേരം വന്നപ്പോഴോ 1 മാസം പെൻഷൻ. ഞാൻ 38 വർഷം ജോലി ചെയ്ത് 20 ഞാൻ പിരിഞ്ഞ്. പിന്നെ ക്ഷേമോദി പെൻഷൻ ഇല്ല. കാര്യം ചോദിച്ചാൽ വിധവാ പെൻഷൻ ഉണ്ടായിട്ട് ക്ഷേമോദി പെൻഷൻ. ഈ 38 വർഷം എൻ്റെ കാശ് പിടിച്ചതല്ലേ അവർ. എന്നാ ഈ വിധവാ പെൻഷൻ തരുന്നതിന് ഞാൻ കഷ്ടപ്പെട്ട കാശ് പിടിച്ചിക്കേണ്ട കാര്യം എന്തോ? അത് എവിടുത്തെ നിയമം? MP-ക്കും MLA-ക്കും സർവ്വപേർക്കും പിന്നെ 3-4 പെൻഷനുണ്ട്. ഈ ഭിക്ഷക്കാരെ ഞങ്ങൾക്ക് മാത്രം തരുന്നതിനുള്ള അവർക്ക് ബുദ്ധിമുട്ട്. അത് ഇടത് ഭരിച്ചാലും വലത് ഭരിച്ചാലും ഞങ്ങളെപ്പോലുള്ള നിരപരാധികളുടെ ഗതി ഇത് തന്നെ. എന്നാ ഞാൻ ഇപ്പോഴത്തെ മക്കളെ കാര്യങ്ങൾ അറിയാമല്ലോ. ഏത് മാതാപിതാക്കളോട് സ്നേഹമുണ്ട്, ഏത് മക്കൾക്കുണ്ട് സ്നേഹം? ഏതെങ്കിലും ഒരു മക്കൾക്ക് മാതാപിതാക്കളോട് സ്നേഹമുണ്ടോ?
അവരുടെ ആദായമുള്ളപ്പോൾ മാത്രം സ്നേഹമുണ്ട്. ആ മക്കൾ തരാത്തിടത്തോളം കാലം ഈ പെൻഷൻ കണ്ട് ജീവിക്കുന്നവരാ. ഞാൻ ഇനിയിപ്പോൾ എത്ര കൊല്ലം കൂടെ വേല ചെയ്യും? പറ, ഞാൻ എത്ര കൊല്ലം കൂടി ഇനി വേല ചെയ്യും? അറിയാവില്ലേ, പിന്നെ ഇപ്പോൾ ഉള്ള മക്കളിലെ മോഹൻലാലിലെ പടത്തിൽ പറഞ്ഞാൽ പറയുന്ന കണക്ക് ഞാൻ എം എക്കാരനാണെന്ന് പറഞ്ഞ് നടക്കുന്ന കണക്ക് ഇപ്പം നിരപരാധികളുടെ മക്കൾ അങ്ങനെ പഠിച്ചും വെച്ച് വീട്ടിനകത്ത് കുത്തിയിരിക്കാനേ വെക്കും. അവത്തുങ്ങൾ കല്യാണ വീട്ടിലൊക്കെ പാചകത്തിനും ഇതിനൊക്കെ പോകുന്നത്. അവത്തുങ്ങൾക്ക് ഒരു ജോലി കിട്ടാത്ത സാഹചര്യം. പിന്നെ ഇവിടുത്തെ ഫ്രാൻസ് മോലാളിയും അനുമോലാളിയും കൂടെ വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ കഞ്ഞി കുടിക്കുന്നു. പിന്നെ ഇന്ന് ഈ ആഴ്ച പോയി ശമ്പളം മേടിച്ചിട്ട് പിറ്റേന്ന് രാവിലെ എല്ലാം ഫ്രാൻസ് മോലാളിയുടെ അടുത്ത് വായ്പ മേടിക്കുക. ആ ഗതിയിലാണ് ഞങ്ങളുടെ ജീവിതം പോകുന്നത്. ആര് ജയിച്ചാലും ആര് ജയിച്ചാലും ഈ ഇലക്ഷൻ ആകുമ്പോൾ എല്ലാവരെയും അന്വേഷിക്കുന്നു. അവരെങ്ങനെ ജീവിക്കുന്നു, ഏതനത്തിൽ ജീവിക്കുന്നു, ഏതെങ്കിലും ഒരു പാർട്ടിക്കാർ അന്വേഷിക്കുന്നു. ഗ്രേഡിംഗ് സെക്ഷനാണ് ഈ ബിൽഡിങ്ങിൽ പ്രവർത്തിക്കുന്നത്. നമുക്ക് ഇവിടെയും കൂടി ചോദിക്കാം എങ്ങനെയാണ് കാര്യങ്ങളെന്ന്. ഞങ്ങൾ ജോലി ചെയ്ത് ഞങ്ങൾക്ക് ക്ഷേമനിധി പെൻഷൻ തരത്തില്ല. വിധവകളായ ക്ഷേമനിധി പെൻഷൻ ഇല്ല. പിന്നെ റേഷൻ കാർഡ് നീല, ചുവപ്പ്, വെള്ള, മഞ്ഞ. അപ്പോൾ നീല കാർഡിനും വെള്ള കാർഡിനും ഒന്നുമില്ല. അവരെയൊന്നും അല്ല മണ്ണെണ്ണ ഉണ്ടോ ഇല്ല, ഗോതമ്പുണ്ടോ ഇല്ല, അരി ഉണ്ടോ ഇല്ല. വോട്ട് ചെയ്യുമ്പോൾ എല്ലാവരും ചെയ്യണം. അതുകൊണ്ട് ആരോടും താല്പര്യമില്ല. വോട്ട് ചെയ്യില്ലേ? അതുകൊണ്ട് അത് ഞങ്ങൾ തീരുമാനിക്കണം. എങ്ങനെയാ വോട്ട് ചെയ്യാനൊക്കെ പോണ്ടേ? പിന്നെ എല്ലാ വോട്ടിനും നടന്ന് ഈ പരിവായി പാർട്ടിക്കാർക്ക്. ഞങ്ങൾ വേല ചെയ്തൊക്കെ കശുവണ്ടി തൊഴിലാളികൾക്ക് എന്ത് ഈ പെൻഷൻ തരാത്ത 7 മാസമായി. ഞങ്ങൾ വേല ചെയ്ത കാശാണ് വിട്ടിട്ടത്. ചുമ്മാ വീട്ടിൽ ഇരുന്നവർ ഇവിടെ കാര്യമുണ്ടോ? ഉണ്ടോ? ഞങ്ങൾ വേല ചെയ്ത കാശേ ചോദിച്ചു. ഒരാളിന് വിധവ പെൻഷൻ, വാർദ്ധക്യ പെൻഷൻ, വികലാംഗ പെൻഷൻ ഇതെന്തിനു കൊടുക്കുന്നത്? എന്ത് കാര്യത്തിന്? ഞങ്ങളെ പൈസ പിടിച്ചിട്ട് കാശ് ഞങ്ങൾക്ക് തരണം. അല്ല ഞങ്ങൾ ആരും പൈസ, അതുപോലെ റേഷൻ കടയിൽ വെള്ളത്തിന് ഇതൊക്കെയാണ് കാണിക്കുന്നത്. 2 മാസം പെൻഷൻ ഇപ്പം കിട്ടുമല്ലോ. അന്നേരം ബാക്കി എന്തോ നടക്കുന്നത്? 2 മാസം പെൻഷൻ പിടിച്ച് ഞങ്ങൾ എന്തോ ആയിട്ടാണോ ഇത് ചെയ്യുന്നത്? ആണോ? 10-27 വയസ്സുണ്ട്. 3 ശക്തരായ സ്ഥാനാർത്ഥികളാണല്ലോ ഇവിടെ. പക്ഷേ ശക്തരായ സ്ഥാനാർത്ഥിയല്ല നമ്മളെ. നമുക്കുള്ള ആവശ്യത്തിനുള്ള പെൻഷനൊന്നും തരുന്നില്ല. നമ്മൾ കഷ്ടപ്പെട്ട് അസുഖങ്ങളൊക്കെ ബാധിച്ചവരാ അന്നേരം ജോലി ചെയ്യുന്നുണ്ട്, ജീവിക്കുന്നു. പക്ഷെ നമുക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളൊന്നും ഇല്ലല്ലോ. എന്താ ഈ പെൻഷൻ തരാത്ത? എങ്ങനെ ഞങ്ങൾ ജീവിക്കും? എങ്ങനെ ജീവിക്കും? അതാണുള്ള പ്രശ്നം. വോട്ട് ചെയ്യാൻ പോണ്ടേ? പോണം. ആർക്കാണ് ഇവിടെ ചാൻസ് കൂടുതൽ? അതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മൾ തീരുമാനിക്കുന്ന കണക്കല്ലല്ലോ. എന്നാലും എത്ര സ്ത്രീ തൊഴിലാളികളാണ് ഈ മേഖലയിലുള്ളത്. ഭയങ്കര ഒരു ഇൻഫ്ലുവൻസ് അല്ലേ കശുവണ്ടി മേഖലയും അവിടുത്തെ തൊഴിലാളികളും എന്നൊക്കെ പറഞ്ഞാൽ? എന്നാലും കൊടുക്കാനുള്ളതിനും കൊടുക്കുന്നില്ല. നമ്മളെ വിധവാ പെൻഷനെ കിട്ടിയിട്ട് എത്ര നാളായി. അതൊക്കെ അവർ ചെയ്യണ്ടേ? പെൻഷൻ ഒരു വലിയ വിഷയമാണല്ലേ? പെൻഷൻ പിന്നെ വിഷയമല്ലേ? ഞങ്ങൾ വേല ചെയ്ത കാശുകൾ പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ല. അവിടെ പറയുന്നത് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ള, വേറെ ഒന്നും പറയാനും ഇല്ല ഞങ്ങൾക്ക്. അതുകൊണ്ട് ആർക്ക് വോട്ട് ചെയ്യും? അതൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. ഞങ്ങൾക്ക് വോട്ട് ചെയ്യണോ ചെയ്യണ്ടെന്നൊക്കെ ഞങ്ങൾ അന്നേരം തീരുമാനിക്കും. പുറത്ത് പറയില്ല, എല്ലാം രഹസ്യമാണ്, പുറത്ത് പറയില്ല. പക്ഷെ പെൻഷൻ കിട്ടാത്തതിന്റെ വിഷമമുണ്ട്. അതുകൊണ്ടാണ് വോട്ട് ചെയ്യാൻ പോകുന്നില്ലെന്ന് വിചാരിക്കുന്നത്. പെൻഷൻ തീർത്ത് തന്നാൽ പോകും. 7 മാസം പെൻഷൻ കിട്ടാണ്ട് ഇപ്പോൾ 2 മാസം വിഷു കൊള്ളാനും പെരുന്നാൾ കൊള്ളാനും എന്താ കിട്ടും? 1500 രൂപ കൊണ്ട് കടയിൽ ചെന്നാ എന്താ കിട്ടും? എന്താ സാമാനം മേടിക്കും? അതുകൊണ്ട് വോട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇത് പീലിംഗ് സെക്ഷനാണ്. ഏതാണ്ട് ജോലി സമയം അവസാനിക്കാറാകുന്നുണ്ട്. നമുക്ക് അവരോടുകൂടി കാര്യങ്ങൾ ചോദിക്കാം. തെരഞ്ഞെടുപ്പ് ചൂട് എങ്ങനെയുണ്ട് കൊല്ലത്ത്? ഞങ്ങൾക്കൊന്നും പറയാനില്ല. തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥികളൊക്കെ വന്നിരുന്നോ വോട്ട് പിടിക്കാൻ? വോട്ടൊക്കെ വന്ന് പറഞ്ഞ് തരാമെന്നും പറഞ്ഞ് പോയി. ആർക്ക് ചെയ്യണമെന്ന് തീരുമാനിച്ചില്ലേ? ഇല്ല, അതെന്തിനാ തീരുമാനിക്കുന്ന? ആര് വന്നാലും ആർക്ക് ഞങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് അപ്പഴ് ചെയ്യും. അത് തന്നെ കാര്യം. ആരോടും പറയില്ല. ഇഷ്ടമുള്ളവർക്ക് അപ്പോഴും ചെയ്യും. എങ്ങനെയുണ്ട്? 3 സ്ഥാനാർത്ഥികളുണ്ടല്ലോ നിങ്ങൾക്ക്, കലക്കൻ സ്ഥാനാർത്ഥികൾ. കുഴപ്പമൊന്നുമില്ല. കുഴപ്പമില്ല. ഒരു സിനിമാ നടൻ, 2 സിനിമാ നടന്മാര്, NK പ്രേമചന്ദ്രൻ, ഉണ്ണികൃഷ്ണൻ. നമുക്ക് മൗലികാവകാശം നമുക്ക് ആർക്കാരും ചെയ്യാമല്ലോ. അത്രേ ഉള്ളൂ. ജോലിയൊക്കെ എങ്ങനെ പോന്നു? കുഴപ്പമില്ല. ഇവിടെ ആയതുകൊണ്ട് കൃത്യമായിട്ട് ജോലി ഉണ്ടോ? ഉണ്ട്. സ്ഥാനാർത്ഥികളൊക്കെ വന്നിരുന്നോ? ഞങ്ങൾക്ക് മെനഞ്ഞാന്നാ ജോലി തുടങ്ങിയത്. ഇവിടെ ഞാൻ ഇവിടെ ഇല്ലായിരുന്നു, സുഖമില്ലായിരുന്നു, വന്നില്ല. ഇന്നലെ വന്നത്. ആര് ജയിക്കും? അതൊന്നും പറയാക്കത്തില്ല. ശക്തമായ മത്സരമാണ്. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റില്ല എന്നാ പറയുന്നത്. അറിയാം. ഇപ്പൊ അറിയാൻ ഒക്കത്തില്ല. 3 പേരും ഒന്നിനൊന്നും മിച്ചമായിട്ട് നിൽക്കുന്നുണ്ട്. 3 പേരും ഒന്നിനൊന്നിനും മെച്ചമെന്നാണ് പറയുന്നത്. ആർക്കാ കൊല്ലത്ത് സാധ്യത കൂടുതൽ?
ആർക്കാണെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. വോട്ട് കഴിയട്ട് അന്നേരം തീരുമാനിക്കാം. വന്നിരുന്നോ എല്ലാവരും ഇവിടെ? ആരും വന്നില്ല. നിങ്ങൾക്ക് ഈ കശുവണ്ടി മേഖല ആകെ തകർച്ചയുടെ വക്കിലാണ്, ജോലിയില്ല, കൂലിയില്ല എന്നൊക്കെയുള്ള പരാതികളുണ്ടല്ലോ. നമുക്കറിയണ്ട, നമ്മളൊക്കെ ഉള്ള പെൻഷൻ ഇനി വന്നാൽ മതി. നമുക്കതാ നേട്ടം. നമ്മൾ നിവർത്തിയില്ലാതെ കഴിയുന്ന നമുക്കുള്ള പെൻഷൻ മുടങ്ങാതെ നമുക്ക് കിട്ടണം. ഇപ്പൊ 2 മാസം കിട്ടത്തില്ലേ? 2 മാസം ബാക്കി കിടക്കുകയല്ലേ കുടിച്ചാ. അതൊക്കെ ഇനി തരട്ടെ. ഇത് നമ്മൾ കഷ്ടപ്പെട്ടെങ്കിലല്ലേ നമുക്ക് കായ് മേടിക്കാനൊക്കെ. കൊല്ലത്ത് എങ്ങനെയാ തെരഞ്ഞെടുപ്പ് ചൂട്? പൊന്നു മക്കളെ, ഞാനിവിടെ എനിക്ക് അതൊന്നും അറിഞ്ഞുകൂടാ തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നും. പക്ഷേ ഈ കൂലി കൂട്ടി എന്തിനാ നിങ്ങൾ? ഇവിടെ സർക്കാർ കൂലി കൂട്ടി. ഇപ്പം അത് ചോദിച്ചപ്പം കമ്പനി അങ്ങ് അടച്ചു കൂട്ടി. അതാ മുതലാളിമാരിക്കുന്ന കയ്യിലിരിപ്പ്. നമുക്കെന്തോ മക്കളെ പറയുന്നത്? ഒന്നും എനിക്ക് പറയില്ല. ഉള്ള പെൻഷനെങ്കിലും തരുന്ന അതും തരുന്നില്ല. അതെങ്കിലും മേടിച്ച് വെള്ളം കൊടുക്കണമെന്ന് വെച്ചാൽ എന്തോ ചെയ്യും? അതും ഈ ഇല്ലാതാക്കിയില്ലേ? നമുക്കതേ ഉള്ളൂ. ഞങ്ങൾ ഇങ്ങനെ കഷണ്ടി തൊഴിലാളികൾക്ക് കണ്ണ് ഇത്ര നാളോടൊന്നും കഷ്ടപ്പെടുന്നതും മേടിക്കാൻ നോക്കി അവർ അതും ഇല്ലാതാക്കി. നമുക്ക് പിന്നെ അതിക്കുള്ള എന്താ പറയുക? പിന്നെ ജയിക്കുന്നവർ ജയിക്കട്ടോ മക്കളെ. വോട്ട് ചെയ്യാൻ പോണ്ടേ? പോണം. കൊല്ലത്ത് ആർക്കാ സാധ്യത? ഒന്നും തീരുമാനിച്ചില്ല. നിങ്ങളുടെ ജോലിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, നല്ല രീതിക്ക് നടക്കുന്നത്. കാപെക്സിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടോ? എല്ലാ ദിവസവും ജോലി ഉണ്ടോ? എല്ലാ ദിവസവും ഞായറാഴ്ച ഒഴിച്ചു. എല്ലാ ദിവസവും ഉണ്ട്. പക്ഷേ എങ്ങനെയാ വേതനമൊക്കെ എങ്ങനെയാ? കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകുന്നില്ല. കുഴപ്പമില്ല. വോട്ട് ചെയ്യണ്ടേ? വോട്ട് ചെയ്യണം. തീരുമാനിച്ചോ? തീരുമാനിച്ചൊന്നുമില്ല. വോട്ട് ചെയ്യാൻ പോണ്ടേ? വോട്ട് ചെയ്യുന്നില്ല. ഇനി എന്ത് പറ്റി? ചെയ്ത ഇത്രയും മതി, ധാരാളം. എന്ത് പറ്റി ഇപ്പോ? പറ്റാനെന്തോ ഇനി ഇതിൽ കൂടുതൽ ഒരു പറ്റലെന്തോ കശുവണ്ടി തൊഴിലാളിയൊക്കെ വന്നേക്കുന്നത്. പറ്റിയതൊന്നും പറയണ്ട. എന്തിനാ ഇന്നെ കയറി പോകുന്നത്? അവർ ഈ പോയതുപോലെ തന്നെയല്ല ഇന്നെ പോക്കും. നാട് വരുന്ന ചെയ്യാ ഞങ്ങൾ ജോലി, ഞങ്ങളെ കമ്പനി കളഞ്ഞിട്ട്. കമ്പനി പൂട്ടിയോ? പൂട്ടിയിട്ട് വർഷങ്ങളായി. ഒരു പാർട്ടിക്കാർ പോയിട്ടും ഒരു തൊഴിലും ഒപ്പിച്ച് തന്നിട്ടില്ല ഞങ്ങൾക്ക്. അവർ വോട്ട് ചോദിക്കാൻ വരുമ്പോഴേക്കും കശുവണ്ടി തൊഴിലാളി ചെയ്യണേ പറയും. അവരങ്ങ് അധികാരത്തിൽ ചെന്ന് കഴിഞ്ഞാൽ കശുവണ്ടി തൊഴിലാളിയുടെ ഒരു നാമതയും പോലും ഇല്ല. പിന്നെ അവരെ കണ്ടിട്ടില്ല. പിന്നെ അതൊന്നും പറയണ്ട. ആവശ്യങ്ങൾക്കൊന്നും കിട്ടിയിട്ടില്ലേ? ഇഷ്ടമുണ്ടെങ്കിൽ വോട്ട് ചെയ്യും. പെൻഷൻ പോലും ഇല്ലാതാക്കിയിട്ടേക്കുന്നു. പിന്നെ അതിന് വെച്ച് കിട്ടുന്നത്. നമ്മളെ ആര് ജയിച്ചാലും എന്ത്, ഞങ്ങൾ ഈ കഷ്ടപ്പെട്ടെങ്കിലല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് ഉള്ള പെൻഷനെങ്കിലും അതാത് മാസം ഞങ്ങൾക്ക് കിട്ടിയാൽ മതി. എല്ലാ പാർട്ടിയും ഞങ്ങൾക്ക് നല്ലത് തന്നെ. ജയിച്ചാൽ ഞങ്ങൾ ഈ വേല ചെയ്താൽ ഞങ്ങൾക്ക് ആയുണ്ട്. പിന്നെ അവർ ആവശ്യങ്ങൾക്കൊക്കെ ഒപ്പം ഉണ്ടോ? ഞങ്ങൾക്ക് ഇപ്പം വരെയും പെൻഷനൊക്കെ ഇവർ തന്നു. ഇപ്പോഴാവും 6 മാസം കൊണ്ട് മുടക്കമൊക്കെ ഉള്ളത്. ഇനി എന്തോ കാര്യങ്ങൾ, ഇനി ആരാ ജയിക്കുന്നതെന്ന് അവർക്കും ദൈവത്തിനും അല്ലേ അറിയാവും. ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അത്രേ ഉള്ളൂ. വോട്ട് ചെയ്യാൻ പോണ്ടേ? അവിടെ വോട്ട് ചെയ്യണം. ഞങ്ങളെ എല്ലാ കമ്പനികളും അടച്ചിട്ടേക്കും. ഞങ്ങൾ വന്ന് ഇവിടെ തുണ്ടി കിടന്ന് ജോലി ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ആര് ഇപ്പം എത്ര വർഷം കൊണ്ട് അവർ ജോലി ചെയ്യിക്കാമെന്നും പറഞ്ഞാൽ അവർ കയറിയത്. പക്ഷേ ഞങ്ങൾ ഇതുപോലെ നടന്ന് എല്ലാ കമ്പനിക്കാരും ജോലി നടന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ വന്ന് നഷ്ടപ്പെട്ട കൂലിക്ക് ഞങ്ങൾ ചെയ്യണ്ടായോ? അതുകൊണ്ട് ആരെങ്കിലും നല്ല ഭരണം ഞങ്ങൾ ജോലി ചെയ്യിക്കാമെന്നുള്ളൊരു ഇതുണ്ടെന്ന് ഞങ്ങളെ കാണിക്കണം. ഇനി കാണിക്കാൻ അവർക്ക് സമയമില്ല. പക്ഷെ അത് നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ അവർക്ക് വോട്ട് ചെയ്തേനെ. ഞങ്ങൾ ആർക്ക് ചെയ്യണം അത് പറ. മാറി ചിന്തിക്കൂലേ? മാറി ചിന്തിച്ച് അവർ ചെയ്യുമെന്നെന്തോ പ്രതീക്ഷയുണ്ട്. നമുക്കിപ്പം നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയിൽ നിന്ന് മാറി ചെയ്തെന്ന് വെച്ചോ, അവർ ചെയ്യുമെന്നെന്തോ പ്രതീക്ഷയുണ്ട്. അവർ ഓരോരുത്തരും കയറുമ്പോൾ ഇങ്ങനെ പറയുന്നത്. അവർ ഞങ്ങൾ പറയുന്നത് നമുക്ക് വോട്ട് ചെയ്യാനുള്ള താല്പര്യം ഇല്ല. യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് വോട്ട് ചെയ്യാനുള്ള താല്പര്യം ഇപ്പോൾ ഇല്ല. നമ്മൾ ചെയ്തു കൊടുത്താലും അവർ നമ്മൾ ഈ ഒരു വ്യവസായം നശിച്ചുകൊണ്ടേ ഇരിക്കുക. ഒരു തൊഴിൽ ദിനം കൂടി ഇവരുടേത് പൂർണ്ണമാവുകയാണ്. കേരളത്തിന്റെ അഭിമാനമായിരുന്ന കൊല്ലത്തെ കശുവണ്ടി വ്യവസായം ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. അധികാരത്തിലെത്തുന്നവർ അവർക്ക് വേണ്ടി, ആ മേഖലയ്ക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന പരാതി കണ്ടു. പെൻഷൻ കിട്ടാത്തതിൻ്റെ പ്രശ്നങ്ങൾ പലരും ചൂണ്ടിക്കാട്ടി. കോർപ്പറേഷനിലും കാപെക്സിലും ഒന്നും കൃത്യമായ തൊഴിൽ ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല എന്ന പ്രശ്നം കണ്ടു. ഇവിടെ വേതനം, തങ്ങൾക്ക് ആവശ്യത്തിനുള്ള വേതനം കിട്ടുന്നില്ല എന്ന പരാതികൾ പലരും ചൂണ്ടിക്കാട്ടുന്നത് നമ്മൾ കണ്ടു. വലിയ വിലക്കയറ്റം, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്യേണ്ടി വരുന്നതിൻ്റെ പ്രശ്നങ്ങളുമൊക്കെ ചൂണ്ടിക്കാട്ടി. എന്തായാലും ഇതൊക്കെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നത് തന്നെയാണ് ഇവിടുത്തെ തൊഴിലാളികൾ ചൂണ്ടിക്കാട്ടുന്നത്. അവർ തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട്, അതനുസരിച്ച് അവർ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് പറയുന്നത്. നമ്മൾ ഇവിടുന്ന് മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. എന്തായാലും കശുവണ്ടി മേഖലയിൽ നിലനിൽക്കുന്ന പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്നത് തന്നെയാണ് ഇവിടുത്തെ തൊഴിലാളികൾ സൂചിപ്പിക്കുന്നത്.